നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 57-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുമ്പേ കഴിഞ്ഞു പോകുന്നുവെന്ന് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കയിൽ വിശ്രാമം പ്രാപിക്കുന്നു. ക്ഷുദ്രക്കാരത്തിയുടെ മക്കളെ, വ്യഭിചാരിയുടെയും വേശ്യയുടെയും സന്തതിയെ, ഇങ്ങോട്ട് അടുത്തു വരുവീൻ. നിങ്ങൾ ആരെയാകുന്നു കളിയാക്കുന്നത്? ആരുടെ നേരെയാകുന്നു നിങ്ങൾ വായു പിളർന്ന് നാക്ക് നീട്ടുന്നത്? നിങ്ങൾ അതിക്രമക്കാരും വ്യാജസന്തതിയുമല്ലയോ? നിങ്ങൾ കരുവേലങ്ങൾക്കരികത്തും ഓരോ പച്ചമരത്തിന് കീഴിലും ജ്വലിച്ച് പാറപ്പിളർപ്പുകൾക്കും താഴെ തോട്ടുവക്കത്ത് വെച്ച് കുഞ്ഞുങ്ങളെ അറുക്കുന്നു. തോട്ടിലെ മിനുസമുള്ള കല്ല് നിന്റെ പങ്ക്, അതുതന്നെ നിന്റെ ഓഹരി. അതിനല്ലോ നീ പാനീയ ബലി പകർന്ന് ഭോജന ബലി അർപ്പിച്ചിരിക്കുന്നത്. ഈ വക കണ്ടിട്ട് ഞാൻ ക്ഷമിച്ചിരിക്കുമോ? പൊക്കവും ഉയരവുമുള്ള മലയിൽ നീ നിന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. അവിടേക്ക് തന്നെ നീ ബലി കഴിപ്പാൻ കയറിച്ചെന്നു. കതകിനും കട്ടളയ്ക്കും പുറകിൽ നീ നിന്റെ അടയാളം വെച്ചു. നീ എന്നെ വിട്ടുചെന്ന് മറ്റുള്ളവർക്ക് നിന്നെ തന്നെ അനാവൃതയാക്കി കയറി നിന്റെ കിടക്ക വിസ്താരമാക്കി. അവരുമായി ഉടമ്പടി ചെയ്ത് അവരുടെ ശയനം കൊതിച്ച് ആംഗ്യം നോക്കി കൊണ്ടിരിക്കുന്നു. നീ തൈലവും കൊണ്ട് മോലോക്കിന്റെ അടുക്കൽ ചെന്ന് നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു. നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ച് പാതാളത്തോളവും ഇറങ്ങിച്ചെന്നു. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയില്ല. കപടം കാണിപ്പാനും എന്നെ ഓർക്കുകയോ കൂട്ടാക്കുകയോ ചെയ്യാതിരിപ്പാനും നീ ആരെയാകുന്നു ശങ്കിച്ച് ഭയപ്പെട്ടത്? ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരിക്കുന്നത്? നിന്റെ നീതി ഞാൻ വെളിച്ചത്താക്കും, നിന്റെ പ്രവൃത്തികളോ നിനക്ക് പ്രയോജനം ആകയില്ല. നീ നിലവിളിക്കുമ്പോൾ നിന്റെ വിഗ്രഹ സമൂഹം നിന്നെ രക്ഷിക്കട്ടെ. എന്നാൽ അവയൊക്കെയും കാറ്റ് പാറ്റിക്കൊണ്ടുപോകും, ഒരു ശ്വാസം അവയെ നീക്കിക്കളയും. എങ്കിലും എന്നെ ആശ്രയിക്കുന്നവൻ ദേശത്തെ അവകാശമാക്കി എന്റെ വിശുദ്ധ പർവ്വതത്തെ കൈവശമാക്കും. നികത്തുവീൻ, നികത്തുവീൻ, വഴിയൊരുക്കുവീൻ, എന്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമം ഉള്ളവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപം ഉള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും വാദിക്കയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ. അവരുടെ അത്യാഗ്രഹത്തിന്റെ അകൃത്യം നിമിത്തം ഞാൻ കോപിച്ചു, അവരെ അടിച്ചു. ഞാൻ കോപിച്ചു, മുഖം മറച്ചു. എന്നാറെ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ഞാൻ അവരെ സൗഖ്യമാക്കും. ഞാൻ അവരെ നടത്തി അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം, സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിലെ പ്രധാന വാക്യങ്ങൾ 11, 15, 20 ഞാൻ ബഹുകാലം മിണ്ടാതെ ഇരുന്നിട്ടല്ലയോ നീ എന്നെ ഭയപ്പെടാതിരുന്നത്. 11-ാം വാക്യം. 15-ാം വാക്യം. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു. 20-ാം വാക്യം. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന്
അടങ്ങിയിരിക്കാൻ കഴിവില്ല. അതിലെ ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നു. ബാബേൽ പ്രവാസത്തിലേക്ക് ദൈവം ഉപേക്ഷിച്ചത് തങ്ങളുടെ പാപം നിമിത്തമായിരുന്നെന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ദൈവത്തെങ്കിലേക്ക് തിരിയേണ്ടതായിരുന്നു. എന്നാൽ പലരും ബാബേൽക്കാരുമായി സന്ധി ചെയ്ത് അവരുടെ വിഗ്രഹാരാധന സ്വീകരിച്ചു. അത് ആത്മീക വ്യഭിചാരമല്ലെങ്കിൽ പരസംഗം ആയിരുന്നു. അവര് സാധാരണ ബാബേൽക്കാരല്ലെങ്കിൽ പ്രജാതികൾ മരങ്ങളെയൊക്കെ ദൈവമായിട്ട് ആരാധിക്കുന്നവരാണ്. അതുപോലെ സകല പച്ചമരത്തിന്റെ ചുവട്ടിലും വിഗ്രഹങ്ങളെ സ്ഥാപിക്കുന്നവരാണ്. ഇസ്രായേല് അത് കണ്ട് അനുകരിച്ച് അവരുടെ മലകളിലുള്ള മരച്ചുവടുകളിലുള്ള ആ പൂജാഗിരികളിൽ അവര് ഇസ്രായേൽ ചെന്ന് ബലി കഴിക്കാൻ തയ്യാറായി. തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലും അവര് ബലി കഴിക്കാൻ തയ്യാറായി. അതാണ് 12 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. ദൈവം ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്ത് നിങ്ങളോട് ഞാൻ ക്ഷമിക്കണമോ എന്നാണ്. 13-ാം വാക്യം, നീ നിലവിളിക്കും, പക്ഷേ അത് ബാബേൽക്കാരുടെ ഉപദ്രവം മൂലമാണ്. ബാബേൽക്കാരുടെ വിഗ്രഹങ്ങളെയാണ് ഇസ്രായേൽ സേവിക്കുന്നത് എന്നുള്ള പരിഗണനയൊന്നും അവർ നൽകുകയില്ല. തീർച്ചയായിട്ടും അഭയാർത്ഥികളായി വന്നിട്ടുള്ള അല്ലെങ്കിൽ അടിമകളായി വന്നിട്ടുള്ള ഇസ്രായേലിനെ പണ്ടും ഇസ്രായേൽമാർ ഉപദ്രവിച്ച പോലെ തന്നെ ബാബേൽക്കാർ ഉപദ്രവിക്കും. അപ്പോൾ അവർ നിലവിളിക്കാനിടയാകും. പക്ഷേ അത് കേൾക്കാൻ ഈ അന്യദേവന്മാർക്ക് സാധിക്കയില്ല. വേദവസവും പറഞ്ഞ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്നാണല്ലോ 16-ാം സങ്കീർത്തനം. അത് ഇവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്നാണ്. എന്നാൽ മനസ്താപത്തോടെ, അതായത് മാനസാന്തരത്തോടെ തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഈ അടിമദേശത്ത് വരാൻ ഇടയായത് എന്ന് സമ്മതിച്ച് യഹോവയിലേക്ക് തിരിയുന്നവരെ ദൈവം സൗഖ്യമാക്കും. ദൈവം അവർക്ക് തൃപ്തി നൽകും. ദൈവം അവർക്ക് സമാധാനം നൽകും. ദൈവം അവർക്ക് ബലം നൽകും. അവരെ വിശുദ്ധ പർവ്വതത്തിലേക്ക് മടക്കി വരുത്തുമെന്നാണ് 13-ാം വാക്യം. അതായത് ബാബേലിലെ പർവ്വതങ്ങളിൽ പോയി വിഗ്രഹാരാധന ചെയ്യാത്ത ആളുകളെ, ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ശരണപ്പെട്ട് നിലവിളിക്കുന്ന ആളുകളെ ദൈവം യഹോവയുടെ പർവ്വതത്തിലേക്ക്, അതായത് പർവ്വതങ്ങളുടെ മീതെയാണല്ലോ യെരൂശലേം ദേവാലയം, അപ്പൊ അതുകൊണ്ട് തൻ്റെ ആലയത്തിലേക്ക് ദൈവം വരുത്തും എന്നാണ്. അതിനായി പാതയൊരുക്കുവീൻ എന്നുള്ള ആഹ്വാനം ആണ് 14-ാമത്തെ വാക്യം. നികത്തുവീൻ, നികത്തുവീൻ, വഴിയൊരുക്കുവീൻ, എൻ്റെ ജനത്തിന്റെ വഴിയിൽ നിന്ന് ഇടർച്ച നീക്കിക്കളവീൻ എന്ന് അവൻ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഏതു കാലത്തും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ആളുകളെ, മടങ്ങി വരുന്ന യഥാസ്ഥാനപ്പെടുന്ന ആളുകളെ തീർച്ചയായിട്ടും കർത്താവ് അംഗീകരിക്കും. പത്രോസ് തെറ്റിപ്പോയി, കർത്താവ് അംഗീകരിച്ചു, ഏറ്റവും അധികമായിട്ട് മാനിച്ചു, പ്രയോജനപ്പെടുത്തി. ശിംശോൻ തെറ്റിപ്പോയി, പക്ഷെ അനുദപിച്ചു. അവൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവർത്തിച്ചതിനേക്കാൾ അധികം പ്രവർത്തിപ്പാൻ ശിംശോനെ ദൈവം ഇടയാക്കി. ദാവീദ് തെറ്റിപ്പോയി, യഥാസ്ഥാനപ്പെട്ടു. ആ ദാവീദാണ് ഒരുപാട് സങ്കീർത്തനങ്ങൾ രചിക്കുവാൻ ഇടയായത്. അങ്ങനെ യഥാർത്ഥമായിട്ട് അനുദപിച്ച് മടങ്ങി വരാൻ തയ്യാറാകുന്ന ആളുകളെ തീർച്ചയായിട്ടും ദൈവം അവരെ കൂടുതൽ ഉപയോഗിക്കും, ശക്തിപ്പെടുത്തും, പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരാശയമാണ് നമുക്കിവിടെ ഉള്ളത്. ഇത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.